സുരേഷ്, അശ്വന്ത്, രഞ്ജിത്ത് വടകരയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ലീഗ് പ്രവർത്തകരുടെ UDF പ്രവർത്തകരുടെ വീടുകൾക്കൊക്കെ തീ വെക്കുകയും അവരുടെ വീടുകളിൽ കൊള്ളയടിക്കുകയും ചെയ്ത സൈബർ ക്രിമിനലുകൾ എന്ന് ഞാൻ പറയില്ല. ഇത് സൈബർ അല്ല, ഇത് CPM-ന്റെ കൊട്ടേഷൻ സംഘമാണ്, കൊള്ള സംഘം. ആ CPM-ന്റെ കൊള്ള സംഘത്തിലെ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിലെ പ്രധാനപ്പെട്ട ആൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പിടികൂടുകയും അയാളുടെ കയ്യിൽ നിന്ന് 10 പവനോളം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴും കൊള്ളയടിച്ച മുതൽ അല്ലെങ്കിൽ സ്വർണം ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. 35 പവനോളം മാത്രം ഒരു വീട്ടിൽ നിന്ന്, മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് മാത്രം കൊള്ളയടിച്ചിട്ടുണ്ട്. അതിൽ 10 പവൻ മാത്രമാണ് കണ്ടെടുത്തത്. മറ്റൊരു വീട്ടിൽ നിന്ന് കൊള്ളയടിച്ച 2 മൊബൈൽ ഫോണുകൾ അതും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിലെ അടുത്ത 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുക. കണ്ടുവച്ചോ എങ്ങനെ മറ്റുള്ള ഒരുത്തൻ്റെ മുതൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊള്ളയടിച്ചിട്ട് അത് എങ്ങനെ തിന്നാം, അങ്ങനെ തിന്നുന്ന നക്കുന്ന കൂട്ടത്തിലുള്ള CPM-ന്റെ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ, ക്രിമിനൽ തെമ്മാടികൾ, ആ 3 പേരാണ് ഇവർ. അല്ലേ? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര മേഖലകളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അയച്ചുവിടുകയാണ് CPM ചെയ്യുന്നത്. അല്ലേ? അധികാരത്തിലിരുന്നു കൊണ്ട്, അധികാരമൊന്നുള്ളത് കൊണ്ട് മാത്രം കൃത്യമായിട്ട് 4-ാം തീയതിക്ക് മുൻപായിട്ട് എല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവറ്റുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വന്ന വാർത്ത കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ബോംബ് പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പോലീസ്. ആ ബോംബ് ഇപ്പോൾ പറയുന്നത് അത് ഡമ്മി ബോംബാണ്, അത് യഥാർത്ഥ ബോംബല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ ഒരു CPM പ്രവർത്തകൻ്റെ, DYFIയുടെ ഒരു പ്രവർത്തകൻ്റെ കൈ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിയിട്ട് പറഞ്ഞത് അത് പടക്കം പൊട്ടിയതാണ് എന്നാണ് പറഞ്ഞത്. കെട്ടുപടക്കം പൊട്ടിയതാണ് എന്നാണ് ആര്, ചിറ്റപ്പൻ ജയരാജൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഫലം വരുന്നതോടുകൂടി വലിയ ഒരു രാഷ്ട്രീയ കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമം CPM നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ കലാപം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? അത് CPM അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കലാപങ്ങൾ അത്രയും, ആക്രമണങ്ങൾ അത്രയും, കൊള്ള അത്രയും നടത്തുന്നതും അതിൻ്റെ എല്ലാം ഈ ക്രിമിനൽ തമ്മാടികളാണ്, സഖാക്കളാണ് എന്നുള്ളതാണ്. അല്ലേ? നമ്മളെ പാട്ടിൽ പറഞ്ഞിട്ടില്ലേ, സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. കൊള്ള നടത്തുന്നതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അല്ലേ? എല്ലാം വീടിന് തീ വെക്കുന്നതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. മൊബൈല് അടിച്ചു മാറ്റുന്നതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. മനസ്സിലായില്ലേ? അതുപോലെ മുസ്ലിം ലീഗിൻ്റെ, UDF-ന്റെ, കോൺഗ്രസ്സുകാരൻ്റെ ഒക്കെ വീടുകൾ നോക്കി വെച്ചിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ, രാഷ്ട്രീയത്തിൻ്റെ മറവിൽ ആ വീടുകൾ കയറി തീ വെക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് അവിടെ നിന്ന് ജീവൻ രക്ഷാർത്ഥം ആ വീട്ടുകാർ ഇറങ്ങി ഓടുമ്പോൾ വീട്ടിൽ കയറിയിട്ട് അവിടെയുള്ള സ്വർണവും പണവും മൊബൈലും എന്ന് വേണ്ട വിലപിടിപ്പിട്ടുള്ള എല്ലാം കൊള്ളയടിക്കുക. വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊള്ളയടിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കാരണം ഇത് കൊള്ളയടിച്ച് കൊണ്ടുപോയാൽ എവിടെ സൂക്ഷിക്കും? അതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ തീയിടുക, വീടിന് തീയിടുക, മൊബൈലും സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റി എന്നിട്ട് പോയിട്ട് ഇരുന്ന് നക്കുക. അല്ലേ? അയ്യൻ്റെ പൊന്ന് കൊള്ളയടിച്ച് നക്കിയ ഇവറ്റകൾക്ക് പിന്നെ ലീഗുകാരൻ്റെ മുതലെന്ത്, കോൺഗ്രസ്സുകാരൻ്റെ മുതലെന്ത്, UDF-കാരൻ്റെ മുതലെന്ത്? എന്തെങ്കിലും ഉളുപ്പുണ്ടാകുമോ? ഒരു ഉളുപ്പും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഈ ക്രിമിനലുകളെയൊക്കെ ഒന്ന് നോട്ടമിട്ട് വെക്കുന്നത് നല്ലതാ. വീടിൻ്റെ പരിസരത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിക്കണം. കാരണം തെരഞ്ഞെടുപ്പ് റിസൾട്ട് മെയ് 4-ന് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു കലാപത്തിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും, എസ്പെഷ്യലി ഈ കണ്ണൂർ മേഖലകളിൽ, വടകരയുടെ, കുറ്റ്യാടിയുടെ, നാദാപുരത്തിൻ്റെ, പേരാമ്പ്രയുടെ ഒക്കെ മണ്ണിൽ വലിയ ഒരു കലാപത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും CPM നടത്തിയിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ, UDF-ന്റെ, മുസ്ലിം ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകരോട് പറയാനുള്ളത്,
നിങ്ങളുടെയൊക്കെ വീടുകളിൽ വിലപിടിപ്പുള്ള സ്വർണം, പണം, മൊബൈല് അങ്ങനെ എന്തൊക്കെയുണ്ടോ തൽക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് ഇനി ഒന്ന് ശാന്തമാകുന്നത് വരെ ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിക്കോ. കാരണം ഇതൊക്കെ കൊണ്ടുപോയി ഈറ്റങ്ങൾ നക്കും. കൊണ്ടുപോയാൽ എല്ലാം തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയി കേസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് കോടതിയിലെത്തും. കിട്ടിയാൽ തന്നെ തൊണ്ടി മുതൽ കോടതിയിലെത്തും. പിന്നെ അത് കയ്യിലേക്ക് കിട്ടണമെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ, പണം, സ്വർണം, മൊബൈല്, ഈ വക സാധനങ്ങളൊക്കെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിക്കോ. നിങ്ങൾ ജാഗ്രത പാലിക്കണം. അതുപോലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ആ ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവനെ ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഈ പിടിക്കപ്പെട്ട 3 ആളുകൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ പറയുന്ന വടകരയിലെ ഈ പറയുന്ന സ്ഥലത്തുള്ള ഒരു മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന് അല്ലേ, ജ്വല്ലറി ഉടമയായിട്ടുള്ള സ്വർണ്ണ വ്യാപാരം നടത്തുന്ന ഒരു പ്രവർത്തകന് ആ ഞായറാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ച് കയ്യിലുണ്ടായിരുന്ന സ്വർണം കൊള്ളയടിച്ച ആ കേസിലെ പ്രതികളാണ് ഇവറ്റകൾ. സുരേഷ്, അശ്വന്ത്, രഞ്ജിത്ത്. CPMൻ്റെ ക്രിമിനൽ കൊള്ള സംഘം. മനസ്സിലായില്ലേ? ഇവരെ പാർട്ടി ആഫീസിൽ നിന്ന് വളരെ കൃത്യമായി ട്രെയിനിങ് നൽകി എങ്ങനെ കൊള്ളയടിക്കണം, എങ്ങനെ ആക്രമിക്കണം, എങ്ങനെ ആയിരിക്കണം, വളരെ പ്ലാൻഡാണ് അല്ലേ. ഇപ്പോൾ അവിടെ സ്വർണം ഉണ്ടാകും, അവിടെ പണം ഉണ്ടാകും, അവന് നല്ല സ്ഥിതിയുള്ളവനാണ്, അവൻ കോൺഗ്രസ്സുകാരനാ, അവൻ ലീഗുകാരനാ എന്നൊക്കെ നോട്ടം ഇട്ടിട്ട് ആദ്യം തന്നെ പോയിട്ട് വീടിന് ബോംബെറിയുക, അല്ലെങ്കിൽ വീടിന് തീ വെക്കുക. വാഹനങ്ങളെങ്ങാനും കാർപോർച്ചിലോ മുറ്റത്തൊക്കെ ഉണ്ടെങ്കിൽ അതിന് തീയൊക്കെ വെക്കുക. സ്വാഭാവികമായിട്ടും ഇത് ചെയ്യുമ്പോൾ എന്താകും? വീട്ടിലുള്ള ആളുകൾ ഇറങ്ങി ഓടും അല്ലേ. ഇത് വീട്ടിലുള്ള ആളുകൾ ഇറങ്ങി ഓടുമ്പോൾ വീട്ടിൽ കയറുക, എന്നിട്ട് ആ വീട്ടിലുള്ള അലമാരകളും ബാക്കിയുള്ളതൊക്കെ കുത്തി തുറന്ന് സ്വർണവും പണവും ഒക്കെ അടിച്ചു മാറ്റുക. നല്ല ഏർപ്പാടാ. കാരണം 1 പവൻ സ്വർണം വാങ്ങണമെങ്കിൽ സാധാരണക്കാരെ ഇപ്പം എന്താക്കണം? 1 കൊല്ലം പണിയെടുത്താലും 1 പവൻ സ്വർണം വാങ്ങാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഇത് ഒരൊറ്റ 1 മണിക്കൂർ കൊണ്ട് എത്ര സ്വർണം, എത്ര പണം, എത്ര മൊബൈൽ ഫോണ് ഇരുന്ന് തിന്ന് തന്നെ അല്ലേ. അപ്പം കഴിഞ്ഞ ദിവസം ആദ്യം പൊക്കിയ അവൻ്റെ കയ്യിൽ നിന്ന്, അവൻ്റെ വീട്ടിൽ നിന്ന്, വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്ന് 35 പവനാണ് അടിച്ചു മാറ്റിയിൽ നിന്ന് 10 പവൻ കിട്ടി. വേറെ 2 ഫോണ് കിട്ടി അലമാരയിൽ ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ കൂട്ടുപ്രതികളുടെ കയ്യിൽ ബാക്കിയുള്ളത് ഉണ്ടാകും. മനസ്സിലായില്ലേ? നല്ല സുഖമാണല്ലേ. 35 പവൻ എന്ന് പറഞ്ഞാൽ ലക്ഷം. എത്ര പണം, പൈസ എത്രയായി? ഇരുന്ന് നക്കാലേ. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം നക്കി 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 ഇങ്ങനെ വയറിങ്ങനെ വീർപ്പിച്ച് വെക്കാലേ. ആരാൻ്റെ മുതലല്ലേ. എന്തെങ്കിലും കഷ്ടപ്പാട് ഇവൻ അറിഞ്ഞിട്ടുണ്ടോ? ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് വേർപ്പൊഴുക്കി ഒക്കെ സമ്പാദിച്ച് ഒരു കൂട്ടി സ്വരൂപിച്ച് ഒക്കെ മാറ്റി വെച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചതാ. എന്തിനായിരിക്കും? മക്കളുടെ കല്യാണത്തിന്, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ കൊള്ളയടിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ക്രിമിനലുകൾ, ഈ സഖാക്കള്, ക്രിമിനൽ സഖാക്കള്, CPMൻ്റെ കൊട്ടേഷൻ ക്രിമിനൽ കൊള്ളക്കാര്, ആ കൊള്ളക്കാരിൽ 3 ആളുകളാണ് ഇവറ്റകള്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പോയ സാധനം തിരിച്ചു കിട്ടുമെന്ന് വെച്ചാൽ വലിയ പാടാ, വലിയ ബുദ്ധിമുട്ടാ. അങ്ങനെ എല്ലാം കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. ഐറ്റങ്ങൾ നക്കി തീർത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചാമ്പിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്വർണവും ഇതൊക്കെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാമ്പി ഇത് കിട്ടും നിർബന്ധമൊന്നുമില്ല. ആളുകളെ പിടിച്ചതിനെ കൊണ്ട് കാര്യമുണ്ട്, പോയ സാധനം കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് UDFൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരൊക്കെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സ്വരുക്കൂട്ടി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ജോലി ആവശ്യാർത്ഥം, ബിസിനസ് ആവശ്യാർത്ഥം കൊണ്ടുവന്ന് വെച്ചതുണ്ടെങ്കിൽ ഒക്കെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണെങ്കിലും ഒരു ഭാഗത്തു നിന്ന് പൊക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 4 പൊക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിറ്റേന്ന് നടന്ന സംഭവമാണ്. ഏപ്രിൽ 9 ശേഷം നടന്ന കാര്യങ്ങളിലുള്ള 4 ഇപ്പോൾ 4 കൂടി 4 പൊക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. CPM ഈ കഴിഞ്ഞ 10 വർഷം CPM പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, വർഗീയ കലാപങ്ങൾ, രാഷ്ട്രീയ കലാപങ്ങളൊന്നും ഇല്ലാത്ത 10 വർഷം. എന്തുകൊണ്ടുണ്ടായില്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒന്നുമില്ല. CPM ആണ് അധികാരത്തിൽ, വിജയനാണ് ആഭ്യന്തരം, വിജയനാണ് മുഖ്യമന്ത്രി.
ആ വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവറ്റകൾ തന്നെ ഇറങ്ങിയിട്ട് കൊള്ളയും കലാപവും അക്രമവും ഒക്കെ അയച്ചു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് കൊണ്ട് CPM ഭരണത്തിൽ ഇരുന്നത് കൊണ്ട് ഉണ്ടായില്ല. കാരണം ഇത് ഉണ്ടാക്കുന്ന ആളുകളാരാ? സഖാക്കളാണ്. എല്ലാം സഖാക്കളാണ്. എല്ലാ കൊള്ളയും സഖാക്കളുടേതാണ്. സഖാക്കൾ മാത്രമാണ്, ക്രിമിനൽ സഖാക്കളാണ്. അല്ലെങ്കിൽ സ്വർണം ഇവറ്റകൾക്കൊരു വീക്ക്നെസ്സാ. രാജാവിനാണെങ്കിലും ശരി, അടിമകൾക്കാണെങ്കിലും ശരി. സ്വർണം ഷാർജയിൽ നിന്ന് സ്വർണ്ണക്കടത്ത്, ദുബൈയിൽ നിന്ന് സ്വർണ്ണക്കടത്ത്, മറ്റേ നമ്മളെ നയതന്ത്ര ചാനൽ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, മറ്റേ ജലീൽ മറ്റേ ഖുറാൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്വർണ്ണക്കടത്ത്, മറ്റേ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്ത്, അത് രാജാവും അത് മുകളിലിരിക്കുന്ന രാജാവും മുകളിലിരിക്കുന്ന അടിമകളും തമ്മിലുള്ള കളി. അതങ്ങനെയാണ്. ഇനി താഴേക്ക് വന്നാലോ? താഴേക്ക് വന്നാൽ എയർപോർട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് വരുന്ന സ്വർണം അടിച്ചു മാറ്റുന്ന ഒരു സംഘം വേറെ. ഇനി അതിൻ്റെ താഴേക്ക് വന്നാൽ ഇതുപോലെ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ, ഇലക്ഷൻ്റെ പേരിലൊക്കെ വീടുകൾ കൊള്ളയടിക്കുന്ന ഒരു സംഘം വേറെ. അങ്ങനെ കൊള്ളക്കാരും തെമ്മാടികളുമായിട്ടുള്ള ഒരു സംഘം കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു വലിയ സങ്കടകരമായ കാര്യം എന്താണെന്നറിയോ? എന്താണ്? ഇതിനൊക്കെ വേണ്ടിയുള്ള എല്ലാ ട്രെയിനിങ്ങും കൊടുക്കുന്നത് ഇവരുടെ പാർട്ടി ആഫീസിൽ നിന്നാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പാർട്ടി ആഫീസിൽ നിന്നാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. എങ്ങനെ കൊള്ളയടിക്കാം, എങ്ങനെ ജനങ്ങളെ ഭയപ്പെടുത്തി വീട്ടിൽ നിന്ന് ഓടിക്കാം, ഇതൊക്കെ കൊടുക്കുന്നത് ഇവരുടെ പാർട്ടി ആഫീസിൽ നിന്നാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് കൂടി വന്ന് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ആക്രമണങ്ങൾക്കുള്ള കോപ്പ് കൂട്ടൽ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്.